രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. നല്ലവണ്ണം ആയുധവിദ്യ ഉറച്ചതിന് ശേഷം മാത്രമേ പടക്കളത്തിൽ ഇറങ്ങാവൂ. അതും എങ്ങനെ? പ്രബലന്മാരായിരിക്കുന്ന സൈനിക നേതാക്കളോടൊപ്പം അവരോടൊപ്പം വേണം പടക്കളത്തിൽ ഇറങ്ങാൻ. അങ്ങനെ അവരുടെ നേതൃത്വത്തിൽ യുദ്ധം ചെയ്ത് ശീലിച്ചു വേണം യുദ്ധവൈദഗ്ധ്യം നേടിയെടുക്കാൻ. അതൊന്നും രാമനെ സംബന്ധിച്ചിടത്തോളം ആയി കഴിഞ്ഞിട്ടില്ല. കളരിയില് ആയുധവിദ്യ പഠിക്കുന്നു, ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പഠിക്കുന്നു. പക്ഷേ കളരിയിലുള്ള ഈ പരിശീലനമുണ്ടല്ലോ, ഉറയ്ക്കേണ്ടത് പടക്കളത്തിലാണ്. പടക്കളത്തിലുള്ള പരിശീലനമാണ് വളരെ വലുത്. പക്ഷെ അവിടെ ഇറങ്ങുന്നതിന് മുമ്പ് കളരിയിൽ നല്ല വൈദഗ്ധ്യം നേടണം. എങ്കിൽ മാത്രമേ പടക്കളത്തില് വേണ്ടും പ്രകാരത്തിൽ പ്രവർത്തിക്കാനാകൂ. അത് രാമനായി കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, നചാസോ രക്ഷസാം യോഗ്യ. ഈ ശ്രീരാമചന്ദ്രൻ രാക്ഷസന്മാരോട് യുദ്ധം ചെയ്യാൻ യോഗ്യനായി കഴിഞ്ഞിട്ടില്ല. അതിനുള്ള അഭ്യാസം അവനുണ്ടായിട്ടില്ല. മനുഷ്യരായിട്ടുള്ള ശത്രുക്കളോട് വേണമെങ്കിൽ അവന് ഒരു വിധമൊക്കെ യുദ്ധം ചെയ്യാനാകും. അത്രയ്ക്കൊക്കെ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതല്ലല്ലോ, രാക്ഷസന്മാരാണല്ലോ ആക്രമണത്തിന് വന്നു ചേർന്നിരിക്കുന്നത്. അവരോട് ഏറ്റുമുട്ടാനായിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ രാക്ഷസന്മാര് സത്യയുദ്ധം ചെയ്യുന്നവരല്ല. അവര് കൂടയുദ്ധാഹി രാക്ഷസാഹ, കപടയുദ്ധം ചെയ്യുന്നവരാണ്. അവര് ചതിവുകൾ യുദ്ധകളത്തില് പ്രയോഗിക്കുന്നവരാണ്. മായായുദ്ധം ചെയ്യുന്നവരാണ്. മായാവികളാണ് രാക്ഷസന്മാര്. അങ്ങനെയുള്ളവരുടെ മായയെ തിരിച്ചറിഞ്ഞിട്ട് അതിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള സാമർഥ്യവും അസ്ത്രബലവും രാമന് ആയിട്ടില്ല. അല്ലയോ മഹർഷേ, ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. എന്താ? വിപ്രയുക്തോ ഹി രാമേണ മുഹൂർത്തമഭിനോത്സഹേ ജീവിതം മുനിശാർദൂല. അല്ലയോ മഹർഷി ശ്രേഷ്ഠ, ഒരു നിമിഷം പോലും എനിക്ക് രാമനെ പിരിഞ്ഞിരിക്കാനാവില്ല. രാമനോട് പിരിഞ്ഞാലോ എങ്കിൽ എനിക്ക് ഈ ഭൂമിയില് ജീവിച്ചിരിക്കാൻ തന്നെ വിഷമമാണ്. ഒരു ദിവസം പോലും തള്ളി നീക്കാനാവില്ല. അതുകൊണ്ട് അല്ലയോ മഹാത്മാവേ, എനിക്ക് ഒരു നാഴിക പോലും രാമനെ പിരിഞ്ഞ് ജീവിക്കാനാവില്ല. അതുകൊണ്ട് അല്ലയോ മഹാത്മാവേ, അങ്ങ് രാമനെ ഒരിക്കലും കൂട്ടിക്കൊണ്ടുപോകരുത്. ഇനി അഥവാ അങ്ങയ്ക്ക് നിർബന്ധമാണ്, രാമനെ അങ്ങയ്ക്ക് കൊണ്ടുപോയേ പറ്റൂ എന്നാണെന്നുണ്ടെങ്കിൽ അങ്ങൊരു കാര്യം ചെയ്യണം. ചതുരംഗ സമായുക്തം മയാ സഹചതം നയ. എന്നോടൊപ്പം അവനെ കൊണ്ടുപോകണം. കാരണം ഒരു നിമിഷം പോലും എനിക്ക് അവനെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. എന്നോടൊപ്പം അവനെ കൊണ്ടുപോകണം. ഞാൻ എന്റെ ചതുരംഗപ്പടയോടൊപ്പമായിരിക്കും വരിക. അതോടൊപ്പം എന്നെയും കൂട്ടി രാമനെ കൊണ്ടുപോകണം. എങ്കിൽ ഒരുവിധം എനിക്ക് മനസ്സമാധാനമുണ്ടാകും. രാമനെ രക്ഷിക്കാൻ എന്റെ സൈന്യവും ആ രാക്ഷസന്മാരോട് യുദ്ധം ചെയ്യാൻ എന്റെ സൈന്യവും ഞാനും ഉണ്ടല്ലോ. അതുകൊണ്ട് എനിക്കൊരുവിധം സമാധാനമാകും. അങ്ങയുടെ ആ യജ്ഞത്തെ ഞാനും എന്റെ സൈന്യവും കൂടിയിട്ട് സമ്പൂർണമായിട്ട് സംരക്ഷിക്കുകയും ചെയ്യും. യാഗരക്ഷയാണല്ലോ അങ്ങയ്ക്ക് വേണ്ടത്. അത് നിർവഹിച്ചാൽ മതിയല്ലോ. അത് നിർവഹിക്കാൻ ഞാനും എന്റെ സൈന്യവും ഉണ്ടല്ലോ. രാമനും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം രാമനെയും കൂടി കൊണ്ടുപോകാം. അത്ര മാത്രമേ ഉള്ളൂ. അല്ലയോ മഹാത്മാവേ, രാമനെ എനിക്ക് ലഭിച്ചത് എന്റെ വാർദ്ധകത്തിലാണ് എന്നറിയണം.
षष्टिवर्षसहस्राणि ജാതസ്യ മമ കൗശിക. അല്ലയോ കൗശിക മഹർഷിയായ വിശ്വാമിത്ര, എനിക്ക് ഇപ്പോ 60,000 വയസ്സ്. അപ്പോ എന്റെ പ്രായാധിക്യം അങ്ങേക്ക് പറയാതെ തന്നെ വളരെ വ്യക്തമായി മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. ഇത്രയേറെ കാലം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ടും ഈ രാജ്യത്തെ രക്ഷിച്ചിട്ടും ഈ കിരീടത്തിന് ഉത്തരാധികാരിയായിട്ട് ഒരാളെ എനിക്ക് ലഭിച്ചില്ല ഇത്രയും കാലം. സൂര്യവംശത്തിന്റെ കിരീടമാണിത്. അത് സൂര്യനിൽ നിന്നിട്ട് ആരംഭിക്കുന്നു. എത്രയോ ആയിരത്താണ്ടുകളായിട്ട് ഈ രാജവംശം ലോകത്തെ ധർമ്മത്തിന് ലോപം വരാതെ രക്ഷിക്കുന്നു. അതുകൊണ്ടാണല്ലോ എല്ലാവരും ഇതിനെ ആദരവോടുകൂടിയിട്ട് സൂര്യവംശം എന്ന് പറയുന്നത്. ആ സൂര്യവംശത്തിന് ഒരു ഉത്തരാധികാരി ഉണ്ടാകേണ്ടത് ഏറ്റവും വലിയ ആവശ്യമാണ്. എനിക്കിത്രയും വയസ്സായിട്ടും എനിക്കൊരു പുത്രനെ ലഭിച്ചില്ല. അങ്ങനെ വിഷമത്തിൽ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഗുരുനാഥന്മാരുടെ നിർദ്ദേശത്താൽ ഞാൻ അശ്വമേധവും അതിന്റെ തുടർച്ചയായിട്ട് പുത്രകാമേഷ്ടിയും ഋഷ്യശൃംഖനെ ആനയിച്ച് നടത്തിയത്. അങ്ങനെ എനിക്ക് 4 പുത്രന്മാരെ ലഭിച്ചു. 4 പേരും ഗുണസമ്പന്നന്മാരാണ്. 4 പേരും ഒരേപോലെ എനിക്ക് പ്രിയപ്പെട്ടവരാണ്. എങ്കിലും ജ്യേഷ്ഠേ ധർമ്മപ്രധാനേച്ച, എനിക്ക് ഏറ്റവും കൂടുതൽ പ്രിയം ധർമ്മസ്വരൂപനായിരിക്കുന്ന ഈ മൂത്ത മകൻ രാമൻ. ആ രാമനിലാണ്. അങ്ങനെ എന്റെ ഈ വംശത്തിന്റെ നിലനിൽപ്പ് രാമനെ ആശ്രയിച്ചിരിക്കുന്നു. എന്റെ തന്നെ നിലനിൽപ്പ് രാമനെ ആശ്രയിച്ചിട്ടാണ്. എങ്കിലല്ലേ എന്റെ ഇരണങ്ങളിൽ ഒന്നായ പിതൃ ഇരണം ഞാൻ വീട്ടി എന്ന് എനിക്ക് സമാധാനിക്കാൻ സാധ്യമാവുകയുള്ളൂ. ഈ നാടിനെ രക്ഷിക്കാൻ തുടർന്ന് ഈ വംശത്തിൽ ആള് വേണമല്ലോ. ആ ആള് ശ്രീരാമചന്ദ്രനാണ്, ഞാൻ അറിയുന്നു. അതുകൊണ്ട് ആ രാമൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ. ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നനും എനിക്ക് പ്രിയപ്പെട്ടവർ തന്നെ. സർവഗുണങ്ങളും തികഞ്ഞവരാണ് അവരും, ഒട്ടും കുറവല്ല. പക്ഷേ മൂത്ത മകന് രാജ്യത്തിനുള്ള അവകാശം അത് ഞാൻ സമർപ്പിക്കേണ്ടത് എന്റെ ചുമതല. ആ മകൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ. എന്റെ മനസ്സിനെ അവനിലേക്ക് ആകർഷിക്കുന്നു. അതുകൊണ്ട് അല്ലയോ ഋഷേ ന രാമം നേതുമർഹസി, അങ്ങൊരിക്കലും ശ്രീരാമചന്ദ്രനെ ഇവിടെ നിന്നിട്ട് കാനനത്തിലേക്ക് കൊണ്ടുപോകരുത്. നമ്മൾ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്നതിന് മുമ്പ് ശത്രു ആരെന്നറിയണം, ശത്രുവിന്റെ ബലമറിയണം, ശത്രുവിന്റെ ദൗർബല്യം അറിയണം. അതുകൊണ്ട് മഹാത്മാവെ, ഞാൻ അങ്ങയോട് ചോദിക്കുന്നു, അങ്ങ് പറഞ്ഞ ഈ മാരീചനും സുബാഹുവും ആരൊക്കെയാണ് എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് അങ്ങയ്ക്ക് അറിയുന്ന കാര്യം അങ്ങ് എനിക്ക് പറഞ്ഞു തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കിം വീര്യ രാക്ഷസാസ്തേച്ച കസ്യ പുത്രാശ്ച കേചതേ, കിം വീര്യ രാക്ഷസാസ്തേജ കസ്യ പുത്രാശ്ച കേചതേ. അല്ലയോ മഹാത്മാവേ, അവര് എത്രമാത്രം പരാക്രമികളാണ്. അങ്ങ് അവരെ കണ്ടിട്ടുണ്ടല്ലോ, അവരവിടെ വന്ന ആശ്രമത്തിൽ ശല്യം ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങയ്ക്ക് നേരിട്ട് അറിയാൻ കഴിയുമല്ലോ. എന്ന് മാത്രമല്ല, മറ്റനേകം പേര് പറഞ്ഞും അങ്ങയ്ക്ക് അവരെ കുറിച്ചുള്ളതായ ആ അറിവ് കിട്ടിയിട്ടുണ്ടാവും. അവരുടെ ബലം എന്താണ്, അവരുടെ പരാക്രമം എന്താണ്, യുദ്ധവൈദഗ്ധ്യം എന്താണ്, അവരാരുടെ മക്കളാണ്, കസ്യ പുത്രാശ്ച, ആരുടെ മക്കളാണ്. അതറിയുമ്പോൾ തന്നെ ഇവർ ഏത് തരത്തിൽ എത്രമാത്രം കരുത്തുള്ളവർ ആണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് മാത്രമല്ല, കഥം പ്രമാണ കേചയിതാൻ രക്ഷന്തി മുനിപുങ്കവ കഥം ച പ്രതികർത്തവ്യം തേഷാം രാമേണ രക്ഷസാം. അല്ലയോ മുനിശ്രേഷ്ഠ, അവരുടെ ചങ്ങാത്തങ്ങൾ, അവരുടെ ഇടപാടുകൾ, അവരുടെ സഹായികൾ അത് ആരൊക്കെയാണ്, അവരുടെ പ്രവർത്തന രീതികൾ എന്തൊക്കെയാണ്, അത് അങ്ങ് എനിക്ക് പറഞ്ഞു തരണം. എന്ന് മാത്രമല്ല, ഏതാൻ
കാ രക്ഷന്തി, ഇവരെ ആരാണ് രക്ഷിക്കുന്നത്? ഇവർക്ക് പിൻബലമായിട്ട് നിശ്ചയമായിട്ടും കരുത്തുറ്റ ബലങ്ങൾ ഉണ്ടാകും. ആരുടെ ബലത്താൽ പ്രഭാവിതരായിട്ടാണ് ഇവർ ഈ പ്രകാരത്തിലുള്ള അതിക്രമങ്ങൾക്ക് മുതിരുന്നത്? അതും അറിയണം. യുദ്ധം ഇവരോട് മാത്രമായിരിക്കില്ല. ആരാണോ ഇവരുടെ പിന്നണിയിൽ നിൽക്കുന്നത്, ഇവരെ പ്രേരിപ്പിക്കുന്നത്, ഇവരെ പറഞ്ഞയക്കുന്നത്, അവർ പടക്കളത്തിൽ ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടാകും. മാരീച സ്വഭാവങ്ങൾ സംഹരിക്കപ്പെടുമെന്നുള്ള അവസ്ഥ വരുമ്പോഴേക്കും അവരെ ഇങ്ങോട്ട് അയക്കുന്ന ആളുകളും രംഗത്ത് വരും. അപ്പൊ നാം അഭിമുഖീകരിക്കേണ്ടി വരുന്നത് മാരീച സ്വഭാവങ്ങളെയും അവരുടെ സൈന്യത്തെയും മാത്രമല്ല, അവർക്ക് സംരക്ഷകരായി നിൽക്കുന്ന വലിയ ഒരു രാക്ഷസ ശക്തിയെയാണ്. അതുകൊണ്ട് അലയോ മുനിപുങ്കവ, അങ്ങ് അതെനിക്ക് പറഞ്ഞു തന്നാലും എന്ന് മാത്രമല്ല, ഈ രാക്ഷസന്മാരോട് രാമൻ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് അതും അങ്ങ് പറഞ്ഞു തരണം. അല്ലയോ മഹാത്മാവേ, അതിനനുസരിച്ച് വേണമല്ലോ യുദ്ധത്തിന്റെ രീതി നിശ്ചയിക്കാനായിട്ട്. ഞാൻ അവരോട് യുദ്ധം ചെയ്യണമെങ്കിലും എന്റെ ആളുകൾ അവരോട് യുദ്ധം ചെയ്യണമെങ്കിലും ഇക്കാര്യങ്ങളെല്ലാം അറിഞ്ഞേ പറ്റൂ. രാമൻ യുദ്ധം ചെയ്യണമെങ്കിലും അറിയണം. അതേപോലെ തന്നെ എന്റെ സൈന്യങ്ങൾക്കും അറിയണം. എന്തുകൊണ്ടെന്നാൽ ആ രാക്ഷസന്മാര് മായാവികളാണ്. അവരുടെ മായാവൈദഗ്ധ്യവും എന്തൊക്കെയാണ് എന്ന് നേരത്തെ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് അല്ലയോ മഹാത്മാവേ, അങ്ങ് പറഞ്ഞു തന്നാലും. ആ രാക്ഷസന്മാരെ കുറിച്ച് വളരെ വിശദമായിട്ട് പറഞ്ഞു തരാൻ ദശരഥൻ ഇങ്ങനെ വിശ്വാമിത്രനോട് അഭ്യർത്ഥിക്കുമ്പോ വിശ്വാമിത്രൻ അദ്ദേഹത്തോട് പറഞ്ഞു, സബ്രഹ്മണ ദത്തവര ത്രൈലോക്യം ബാധതേ ഭൃശം